Good afternoon, everyone. Now we start next session of the question workout. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആക്ച്വലി നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കുറച്ച് തിയറട്ടിക്കൽ ക്ലാസ്സസും കൂടെ അറിയണം. അതായത് ഇപ്പം ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻഡെക്സ് നമ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻഡെക്സ് നമ്പറിന്റെ തിയറട്ടിക്കൽ കൺസെപ്റ്റ് അറിയണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ കുറച്ച് തിയറട്ടിക്കൽ കൺസെപ്റ്റ് പറയാണ്ട് അതിന്റെ ആൻസർ പറഞ്ഞു പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം അങ്ങനെ കേൾക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്നാണ്, നിങ്ങൾക്കത് യൂസ്ഫുൾ അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ എന്തായാലും നമുക്കിതിന്റെ ആൻസേഴ്സ് നോക്കാം. ഞാനിപ്പോ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് തൽക്കാലം ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ലാസ്റ്റ് നമുക്ക് ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ബിക്കോസ് നെക്സ്റ്റ് ക്ലാസ് ഇൻഡെക്സ് നമ്പറിന്റെ കുറച്ച് തിയറട്ടിക്കൽ കൺസെപ്റ്റ് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് തിയറട്ടിക്കൽ നമ്മുടെ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഈ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷന് ശേഷം അതെടുക്കാം. ബിക്കോസ് അടുത്ത ക്ലാസ് തന്നെ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ ആണല്ലോ, അതുകൊണ്ട്. സോ വി മൂവ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. The MGF of a random variable for which mu r dash is equal to r factorial. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ ആ ക്വസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മ്യൂ ആർ ഡാഷ് തന്നിട്ടുണ്ട്. ആ മ്യൂ ആർ റേസ് ടു 1 എന്ന് ഉദ്ദേശിക്കുന്ന മ്യൂ ആർ ഡാഷ് ആണ്. അറിയാലോ, നമുക്ക് 3 കൈൻഡ് ഓഫ് മൊമെന്റ്സ് ആണുള്ളത്. റോ മൊമെന്റ്, സെൻട്രൽ മൊമെന്റ്, പിന്നെ മൊമെന്റ് അബൌട്ട് ആൻ ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറയും. അതിൽ നമുക്കറിയാം റോ മൊമെന്റ് എന്ന് പറയുന്നത് മൊമെന്റ് അബൌട്ട് 0 ആണ്, ഐ മീൻ ഒറിജിൻ ആണ്. സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത് മൊമെന്റ് അബൌട്ട് എർത്തമെറ്റിക് മീൻ അഥവാ എക്സ് ബാർ ആണ്. ദെൻ മൊമെന്റ് അബൌട്ട് ആൻ ആർബിട്രറി കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എ. ഇങ്ങനെ 3 കൈൻഡ് ഓഫ് മൊമെന്റുകളാണ് നമുക്കുള്ളത്. അതിൽ മ്യൂ ആർ ഡാഷ്, ഈ ഡാഷുകൾ ഇട്ട് ഡിനോട്ട് ചെയ്യുന്നത് റോ മൊമെന്റുകളാണ്, അതായത് മൊമെന്റ് അബൌട്ട് ഒറിജിൻ ആണ്. ആൻഡ് മ്യൂ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് സെൻട്രൽ മൊമെന്റുകളാണ്, ദാറ്റ് ഇസ് മൊമെന്റ് അബൌട്ട് ആൻ അർത്തമെറ്റിക് മീൻ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് റോ മൊമെന്റ് ആണ്, മ്യൂ ആർ ഡാഷ്. അഥവാ ഇൻ ടേംസ് ഓഫ് എക്സ്പെക്ടേഷനിൽ പറയുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ ഈസ് ഈക്വൽ ടു ആർ ഫാക്ടോറിയൽ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ ഇങ്ങനെയുള്ള റോ മൊമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളിന്റെ റോ മൊമെന്റ് ആർ ഫാക്ടോറിയൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ എം ജി എഫ് എന്താ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന്റെ എം ജി എഫ് എന്താണ്? അപ്പൊ നമുക്കറിയാം എം ജി എഫ് എന്ന് പറയുന്നത് ആക്ച്വലി വൈഡ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. ബിക്കോസ് അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പം എം ജി എഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ജനറേറ്റിംഗ് മൊമെന്റ്സ്. സോ മൊമെന്റ്സ് കണ്ടുപിടിക്കാം. പിന്നെ എം ജി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എല്ലായിടത്തും. പിന്നെ ഒരു എം ജി എഫ് തന്നിട്ട് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ അത് ഏത് ഡിസ്ട്രിബ്യൂഷന്റെ ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മീനും വേരിയൻസും കണ്ടുപിടിക്കാൻ പറയാം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ടാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളോട് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്കറിയാം ഒരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് റോ മൊമെന്റ് തന്നിട്ട് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ചോദിച്ചാൽ we have an equation that is mgf is equal to summation r equal to 0 to infinity t raised to r by r factorial mu r dash or expectation of x raised to r. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. അതായത് ഒരു റോ മൊമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു റോ മൊമെന്റ് എന്നല്ല, റോ മൊമെന്റിന്റെ ജനറൽ ഫോം തന്നിട്ടുണ്ടെങ്കിൽ, ആർത്ത് റോ മൊമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ എം ജി എഫ് എങ്ങനെ കണ്ടുപിടിക്കാം? സോ സമ്മേഷൻ ആർ ഈക്വൽ ടു 0 to infinity ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു മ്യൂ ആർ ഡാഷ്. അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇവിടെ മ്യൂ ആർ ഡാഷ് അറിയാം. സോ ഒബ്വിയസ്ലി നമുക്ക് അവിടെ മ്യൂ ആർ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 to infinity ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. സോ ദീസ് ടു ടേംസ് ആർ ക്യാൻസൽഡ് ഈച്ച് അതർ. ദെൻ ടി റേസ് ടു ആർ, നമുക്ക് ആറിന് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് കൊടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടി റേസ് ടു 0 ദാറ്റ് ഇസ് 1 പ്ലസ് ടി റേസ് ടു 1 പ്ലസ് ടി സ്ക്വയർ പ്ലസ് എക്സെട്ര. നമുക്കറിയാം
1 plus x square plus etc. That is 1 minus x the whole raised to minus 1. So the right answer is 1 minus t the whole raised to minus 1. That is option A. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇക്വേഷൻ അകത്ത് അപ്ലൈ ചെയ്യുക, വേറെ ഒന്നുമില്ല. ഓക്കെ. Fourth question. Value of b in the trend line y equal to a plus bx. a plus bx എന്ന് പറയുന്ന ട്രെൻഡ് ലൈനിൽ b യുടെ വാല്യൂ എന്തൊക്കെയാവാം? അപ്പൊ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ ഒരു ട്രെൻഡ് ഇക്വേഷൻ ആണ്. അതിൽ ബി എന്തൊക്കെയാവാം? ഓൾവൈസ് പോസിറ്റീവ്, ഓൾവൈസ് നെഗറ്റീവ്, നൈദർ പോസിറ്റീവ് നോൺ നെഗറ്റീവ്, ബോത്ത് പോസിറ്റീവ് സോറി ഓർ നെഗറ്റീവ് ആണ് കേട്ടോ. അത് ടൈപ്പ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ്, സോറി. അപ്പൊ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ്? എപ്പോഴും പോസിറ്റീവ് മാത്രമേ ആകാൻ പാടുള്ളൂ, അതോ നെഗറ്റീവ് ആകാമോ? അങ്ങനെ. ആക്ച്വലി ഇവിടെ ബി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബി എന്താണ്? സ്ലോപ്പ് എന്ന് അതിനെ വിളിക്കാം, ശരിയല്ലേ? സ്ലോപ്പ്. സോ മാത്തമാറ്റിക്കലി ഒരുപാട് മാത്തമാറ്റിക്കൽ മീനിങ്ങുകളുള്ള ഒരു വേരിയബിൾ ആണ് ബി എന്ന് പറയുന്നത്. സോ ബി ഇസ് ദ സ്ലോപ്പ് ആക്ച്വലി. അപ്പൊ ആ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. ബിക്കോസ് ഹിയർ വി ഹാവ് 2 വേരിയബിൾസ്, ശരിയല്ലേ? നമുക്ക് 2 വേരിയബിൾസ് ആണുള്ളത്, എക്സും വൈയും. ഒന്ന് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്, ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അങ്ങനെ ചോദിക്കാറുണ്ട്, വിച്ച് ഇസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഓർ റെസ്പോൺസ് വേരിയബിൾ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ അതിപ്പോ നമുക്ക് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻസ് ആക്ച്വലി പല രീതിക്ക് വരാം. y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന് വരാം, അല്ലെങ്കിൽ y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. പിന്നെ സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ കർവ് ലീനിയർ ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു a റീസ് ടു ബി എക്സ്. അങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ ആക്ച്വലി ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. ഇത് ഫിറ്റ് ചെയ്യാനും എയും ബിയും കണ്ടുപിടിക്കാനും അങ്ങനെ ഒരുപാട് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് വിളിക്കും അതിന്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റിനെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻസ് യൂഷ്വലി കാണാറുള്ളത് ഒന്നുകിൽ a പ്ലസ് ബി എക്സ് അല്ലെങ്കിൽ a എക്സ് പ്ലസ് ബി എന്നുള്ള രീതിക്കാണ്. ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ് ആക്ച്വലി സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ കൈൻഡിൽ വരുമ്പോൾ y ഈക്വൽ ടു a എക്സ് പ്ലസ് ബി എന്ന് പറയുമ്പോൾ അവിടെ a ആണ് കോയിഫിഷ്യന്റ്, എക്സിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത്. സോ a ഇസ് ദ സ്ലോപ്പ്. അപ്പൊ ഇക്വേഷൻസ് മാറുമ്പോൾ അത് മാറും കേട്ടോ. അപ്പൊ ബൈഹാർട്ട് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ ബൈഹാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കും ബി ആണ്. അപ്പൊ എ എക്സ് പ്ലസ് ബി വന്നാലും നമ്മൾ ബി ആണ് സ്ലോപ്പ് എന്ന് പഠിച്ചു വെക്കും. അങ്ങനെയല്ല, എക്സിന്റെ കോയിഫിഷ്യന്റ് നോക്കിയാൽ മതി. അപ്പൊ അതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിനനുസരിച്ച് വൈക്ക് ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ, y ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. അതൊന്ന് മാത്രം ജനറലൈസ് ചെയ്യാം. y ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. അവിടെ y എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് അക്കോർഡിംഗ് ടു ദ വാല്യൂസ് ഓഫ് a b ആൻഡ് x, ശരിയല്ലേ? എക്സിന്റെ വാല്യൂസ് എയും ബിയും ദേ ആർ ഓൾവൈസ് കോൺസ്റ്റന്റ്. അത് നമുക്കൊന്ന് ഫിക്സ് ചെയ്താൽ അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോ a ഒരു 2 ആയിട്ടും b ഒരു 1 ആയിട്ടും ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. x is a variable, another variable. So x ന്റെ വാല്യൂസ് പല സിറ്റുവേഷൻസ് വരുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ x ന്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് ഫോർ എ ഫിക്സ്ഡ് a ആൻഡ് b y ഓൾസോ ചേഞ്ചിങ്, ശരിയല്ലേ? സോ y എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ്. ഓക്കെ, അതായത് ആ ഒരു വാല്യൂ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ആ ബിയുടെ വാല്യൂ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത് whether the trend is increasing or decreasing. അത് ഓർത്ത് വെച്ചുക. ഇറ്റ്സ് ഓൾസോ എ പോയിന്റ്. ആ ട്രെൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ ബി ആണ്. സോ അത് നമുക്ക് എന്തൊക്കെ ആകാം? പോസിറ്റീവ് ആകാം, ബിക്കോസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ആകാലോ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ആകാലോ. ദർ ഇസ് നോ ചേഞ്ച് എന്നുള്ള ഒരു മീനിങ്ങിലാണെങ്കിൽ 0 ആവാം. സോ 0 ആവാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. സോ ഹിയർ ദ ആൻസർ ഇസ് both positive or negative. Option D ആണ്. പോസിറ്റീവ് നെഗറ്റീവ് ആകാം. ഓക്കെ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, സോറി. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ. The next question is, a life table consists of first option 7 columns,
സെക്കൻഡ് ഓപ്ഷൻ 8 കോളംസ്, 9 കോളംസ് ആൻഡ് നൺ ഓഫ് ദിസ്. ഈ ലൈഫ് ടേബിൾ എന്നൊക്കെ പറയുന്നത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് വേണമെങ്കിൽ നമുക്കൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ അടുത്തത് എന്തായാലും ഇൻഡെക്സ് നമ്പർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ 1-2 പേര് കമന്റ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ഇൻഡെക്സ് നമ്പറിന്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് തീർന്ന ഉടനെ നമുക്ക് ഡിസൈൻ ഒക്കെ എടുക്കാം കേട്ടോ. പറ്റുന്ന പോലെ പോർഷൻസ് കവർ ചെയ്യാം. ഓക്കെ, അപ്പോ ഒരു ലൈഫ് ടേബിൾ അത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ്. അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും വൈറ്റലിൽ പഠിക്കാനില്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. GDP, GNP അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്ന് നോക്കി വെക്കാം. അപ്പോ ലൈഫ് ടേബിൾ എന്ന് പറയുന്നത് അതിൽ 8 കോളംസ് ആണ് ഉള്ളത്. 8 കോളംസ് ആണ് നമുക്കുള്ളത്. ഇപ്പൊ കോളം ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എപ്പോഴും ഏജ് ആണ് കൊടുക്കുക. സെക്കൻഡ് കോളത്തിൽ നമ്പർ ഓഫ് സർവൈവേഴ്സ് ആണ് കൊടുക്കുക. തേർഡ് കോളത്തിൽ നമ്പർ ഓഫ് ഡെത്ത് ആണ്. ഓൾ ദീസ് ആർ ഇൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് എൻ എന്നുള്ള ഒരു രീതിക്കാണ്, ഒരു പീരീഡിലുള്ള കാര്യങ്ങളാണ് കൊടുക്കുക. അങ്ങനെ 8 കോളംസ് ആണ് ലൈഫ് ടേബിളിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. പിന്നെ ചില സ്ഥലങ്ങളിൽ 7 കോളംസ് ഒന്നും നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളിലൊക്കെ 8 കോളംസ് എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given the 2 lines of regression as 3x minus 4y plus 8 is equal to 0 and 4x minus 3y equal to 1, the means of x and y are. ഇത് വരുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. കൂടുതലും കണ്ടിട്ടുള്ളത് ആംഗിളിന്റെ ഭാഗത്തു നിന്നാണ്. കോറിലേഷൻ 0 ആയാൽ ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 റിഗ്രഷൻ ലൈൻസ് എന്താണ്? കോറിലേഷൻ പ്ലസ് മൈനസ് 1 ആയാൽ ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2 റിഗ്രഷൻ ലൈൻസ് എന്താണ് വരിക? അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണാറുണ്ട്. ഞാൻ നോക്കേണ്ട ഭാഗങ്ങളാണ് പറയാം. അതിലിപ്പോ നമുക്ക് എല്ലാ പോർഷൻസും തിയററ്റിക്കൽ ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ പറയാം. അപ്പൊ അത് നിങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഭാഗം കൂടെ നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ പോർഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നോളും. ഓക്കെ, മീൻസ് റിഗ്രഷൻ ഒക്കെ ചെയ്യണം എന്നാണ് ഒരു വിചാരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നോളും. ഓക്കെ, അപ്പോൾ നോക്കേണ്ടത് ഇതൊക്കെയാണ്. ആംഗിൾസ് റിലേറ്റഡ് ആയിട്ട് കോറിലേഷനുമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഈ കോറിലേഷനും റിഗ്രഷനും തമ്മിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പൊ കോറിലേഷന്റെ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോറിലേഷനെ നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യന്റുകളുടെ ജോമെട്രിക് മീൻ ആയിട്ട് എഴുതാം. √BXY × BYX. അപ്പൊ അങ്ങനെ കുറെ പ്രോപ്പർട്ടികൾ ഉണ്ട് ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട്. പിന്നെ ഒരു റിഗ്രഷൻ റിഗ്രഷൻ കോഎഫിഷ്യന്റ് അറിയാലോ, 2 റിഗ്രഷൻ ലൈൻസ് ഉണ്ട്. സോ there must be 2 regression coefficient also. അപ്പോൾ ഒരു റിഗ്രഷൻ കോഎഫിഷ്യന്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ അനദർ 1 എങ്ങനെയാണ് വരിക? പിന്നെ റിഗ്രഷൻ കോഎഫിഷ്യന്റുകളുടെ സെയിം സൈൻ ആണോ കോറിലേഷൻ കോഎഫിഷ്യന്റിന് വരിക? പിന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ റേഞ്ച് എന്താണ്? ദെൻ കോറിലേഷൻ കോഎഫിഷ്യന്റിനെ ചേഞ്ച് ഓഫ് സ്കെയിൽ ആൻഡ് ഒറിജിൻ എഫക്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പിന്നെ 2 റിഗ്രഷൻ ലൈനുകൾ തന്നിട്ട് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അവിടെ നമുക്ക് ആ ജോമെട്രിക് മീൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ റിഗ്രഷൻ കോഎഫിഷ്യന്റുകളുടെ റേഞ്ച് ചോദിക്കാറുണ്ട്. പിന്നെ പാർഷ്യൽ റിഗ്രഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ്, മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ്, അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതുകൂടെ നോക്കി പോവാം. അപ്പോൾ ഹിയർ 2 റിഗ്രഷൻ ലൈൻസ് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മീൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഈ മീൻസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ എക്സ് ബാറും വൈ ബാറും ആണ് നമുക്ക് വേണ്ടത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് 2 റിഗ്രഷൻ ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് ഞാനൊന്ന് എഴുതാം. 3x minus 4y plus 8 is equal to 0 and 4x minus 3y equal to 1. 2 റിഗ്രഷൻ ലൈനുകൾ ഉണ്ട് നമുക്ക്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മീൻസ് ഓഫ് എക്സ് ആൻഡ് വൈ, ദാറ്റ് ഇസ് എക്സ് ബാർ വൈ ബാർ. അതായത് ഞാൻ കൂടുതൽ പറയുന്നില്ല. റിഗ്രഷൻ ലൈനുകളുടെ ആ ഒരു പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് റിഗ്രഷൻ ലൈനുകൾ എക്സ് ബാർ വൈ ബാറിൽ കൂടെ പാസ് ചെയ്യുന്നുള്ളത്. അതായത് എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്ന ഒരു പോയിന്റില് ഈ 2 ലൈൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്ന മെയിൻ പോയിന്റ് ഈ 2 റിഗ്രഷൻ ലൈൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ഈ ലൈനിനെ എങ്ങനെ എഴുതാം എന്നാണ്? 3x bar minus 4y bar equal to -8 and 4x bar minus 3y bar equal to 1. പിന്നെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എക്സ് ബാർന്നും വൈ ബാർന്നും ഒക്കെ ഇട്ട് കൊടുത്ത് കാര്യമായിട്ടിരുന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും നമുക്കില്ല. അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏതെങ്കിലും സൈഡിലോട്ട് വെറുതെ എക്സും വൈ ഇട്ട് തന്നെ പെട്ടെന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ആ ഒരു ക്യാരക്ടർ അവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഒന്നുമില്ല, യൂഷ്വലി എങ്ങനെയാണ് ആ മീൻസ് ഓഫ് എക്സും വൈയും ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നുമില്ല, യൂഷ്വലി എങ്ങനെയാണോ രണ്ട് വേരിയബിളുള്ള രണ്ട് ലൈൻസ് സോൾവ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ, രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമല്ലേ? ഇതിനെ ഒരു 4 കൊണ്ടും ഇതിനെ ഒരു 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ എന്തല്ല, അല്ലെങ്കിൽ ഇതിനെ ഒരു 3 കൊണ്ടും ഇതിനെ ഒരു 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വൈ ബാർ കളയാം. അപ്പൊ എന്തോരും എങ്ങനെ വേണം ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ തൽക്കാലം ആദ്യത്തേനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ആദ്യത്തേനെ 4 കൊണ്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ. അപ്പൊ 9x bar minus 12y bar is equal to -24. Then 16x bar minus 12y bar is equal to 4. Then മൈനസ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പൊക്കോളും. അപ്പൊ ഇവിടെ എന്താ വരാം? 9x bar minus 16x bar. So minus 7x bar is equal to minus 28. Because ഇവിടെ മൈനസ് വരുമല്ലോ, അപ്പൊ മൈനസ് മൈനസും കൂട്ടാം. സോ എക്സ് ബാർ ഇസ് ഇക്വൽ ടു 4. ശരിയല്ലേ? അപ്പൊ സിമ്പിൾ. ഇനി ഏതെങ്കിലും ഒരിടത്ത് ആ എക്സ് ബാർ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫസ്റ്റിലത്തേതിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോ 12 minus 4y bar is equal to -8. 12 plus 8 is equal to 4y bar. So 20 is equal to 4y bar. That is y bar is equal to 5. So 4, 5 is the point. അപ്പൊ സിമ്പിൾ ആണ്. അപ്പൊ തിയറി ഇത്രയേ ഉള്ളൂ. മീൻ പോയിന്റിൽ കൂടി രണ്ട് റിഗ്രഷൻ ലൈൻസും പാസ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. സോ ഇക്വേഷൻസ് ചുമ്മാ സോൾവ് ചെയ്യാം എക്സ് ബാർ വൈ ബാർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ 4, 5 ആണ് ആൻസർ. ഓപ്ഷൻ എ. ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While analyzing the data of 4x4 Latin square design, the error degrees of freedom in analysis of variances is equal to. അതായത് അനാലിസിസ് ഓഫ് വേരിയൻസിൽ ലാറ്റിൻ സ്ക്വയർ ഡിസൈനിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതും ഒരു 4x4 ലാറ്റിൻ സ്ക്വയർ ഡിസൈനിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻ ദ അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ തന്നിരിക്കുന്നത് ഒരു 4x4 ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ആണ്. ഒരു 4x4 ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ആണ്. നമുക്കറിയാം ലാറ്റിൻ സ്ക്വയർ ഡിസൈനിന്റെ പ്രത്യേകത, LSDയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് ആർ ഈക്വൽ. ശരിയല്ലേ? ഇപ്പോ വി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് കോളംസ് എടുക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സും ഒക്കെ സെയിം ആണ്. ശരിയല്ലേ? പിന്നെ നമ്മൾ അവിടെ ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് v-1 into v-2 ആണ്. അപ്പൊ ഒരു 4x4 ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കോളവും റോയും 4 ആണ്. അപ്പൊ 4-1 into 4-2, that is 3 into 2, that is 6. പിന്നെ എപ്പോഴും ഈ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ തന്നെ ചോദിക്കണം എന്നില്ല. ചിലപ്പോ RBD ആയിരിക്കും, ചിലപ്പോ CRD ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അതൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ആയിരുന്നു. അപ്പൊ അതിൻ്റെത് അപ്പൊ ഇതുപോലെ RBDയുടെ ഞാൻ ഡിസൈനിന്റെ ക്ലാസ് ചെയ്യുമ്പോൾ അത് ചെയ്യാം. അപ്പൊ ആൻസർ 6 ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3³ ഫാക്ടോറിയൽ ഇതിന്റെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 3 ലെവൽസ് വെച്ചിട്ടുള്ള ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇന്ററാക്ഷന്റെ ആണ് തന്നിരിക്കുന്നത്. പക്ഷെ തന്നിരിക്കുന്നത് A² B C² ആണ്. അപ്പൊ ശരിക്കും A² B C² തന്നെയാണ് വരേണ്ടത്. ആ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഒന്നും കൂടെ വെരിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, now we go for the first question.
If last payer's price index number is 100 and the Pashy's price index number is 144, then Fisher's index number ആണ് ചോദ്യം. അപ്പോൾ ലാസ്റ്റ് പേയേഴ്സ് ഇൻഡെക്സ് നമ്പർ തന്നിട്ടുണ്ട്. എത്രയാണ്? 100. Pashy's ഇൻഡെക്സ് നമ്പർ തന്നിട്ടുണ്ട് 144. ഓക്കെ, ലാസ്റ്റ് പേയേഴ്സ് ഇൻഡെക്സ് നമ്പർ തന്നിട്ടുണ്ട് 100, പാഷീസ് ഇൻഡെക്സ് നമ്പർ തന്നിട്ടുണ്ട് 144. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇൻഡെക്സ് നമ്പറിന്റെ ക്ലാസ് ഓൾറെഡി ഞാൻ ചെയ്യാം, തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഇടാം. അപ്പോൾ ഇവിടെ ശരിക്കും ലാസ്റ്റ് പേയേഴ്സ് ഇൻഡെക്സ് നമ്പറും പാഷീസ് ഇൻഡെക്സ് നമ്പറും തന്നിട്ടുണ്ടെങ്കിൽ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാൻ ഇറ്റ്സ് വെരി ഈസി. അവിടെ നമുക്ക് ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. Geometric mean of last payer's index number and Pashy's index number ആണ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. അതായത് ഇപ്പോ വേറൊരു ക്വസ്റ്റ്യൻ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പ്രിഫർ ചെയ്യുന്ന ആവറേജ് ഏതാണ്? ഇൻഡെക്സ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന ആവറേജ് ഏതാണ്? പിന്നെ അതേപോലെ മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള ആവറേജ് ഏതാണ്? അപ്പൊ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻഡെക്സ് നമ്പറിൽ നിന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ നമുക്കൊന്ന് ചെയ്യാം. അപ്പൊ ഇവിടെ വി ആർ യൂസിങ് ദ ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് ലാസ്റ്റ് പേയേഴ്സ് ഇൻഡെക്സ് നമ്പർ ഇൻടു പാഷീസ് ഇൻഡെക്സ് നമ്പർ. ഹിയർ ദ ആൻസർ ഇസ് 120. സിമ്പിൾ ആണ്, ഇവിടുത്തെ ഒരു കൺസെപ്റ്റിൽ സിമ്പിൾ ആണ്. അപ്പോൾ 120 ആണ് ആൻസർ വരിക. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഡിറ്റർമിനിങ് ദ റിയൽ എക്കണോമിക് ഗ്രോത്ത് ദ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഇസ് യൂസ്ഡ് ടു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 ഇവാലുവേറ്റ് ദ വാല്യൂ ഓഫ് നാഷണൽ പ്രോഡക്റ്റ്, 2 ഡിഫ്ലേറ്റ് ദ GNP, 3 രണ്ടും കൂടി ആവാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാണ്ട് വരാം. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഡിറ്റർമിൻ ദ റിയൽ എക്കണോമിക് ഗ്രോത്ത്. അപ്പൊ ഇവിടെ ആൻസർ ഡിഫ്ലേറ്റ് ദ GNP എന്നുള്ളതാണ്. ഡിഫ്ലേറ്റ് ദ GNP എന്നുള്ളതാണ് ആൻസർ. അപ്പൊ അതെന്തുകൊണ്ട് വന്നു? ശരിക്കും ഇത് വരുന്നത് വൈറ്റലിലും ഇൻഡെക്സ് നമ്പറും കൂടെ ചേർന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെയും ചോദിക്കാം നമുക്ക്, ബിക്കോസ് എക്കണോമിക്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് റിയൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്? ഈ റിയൽ എക്കണോമിക് ഗ്രോത്ത്, ഇപ്പം റിയൽ എക്കണോമിക് ഗ്രോത്ത് കണ്ടുപിടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് ദ എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ എന്നുള്ളതാണ്. റിമൂവ് ദ എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷന്റെ എഫക്ട് കുറയ്ക്കുക. എവിടുന്ന്? GNP യിൽ നിന്ന് ഇൻഫ്ലേഷന്റെ എഫക്ട് കുറയ്ക്കുക. GNP എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഈ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ഇൻഫ്ലേഷന്റെ എഫക്ട് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ റിയൽ എക്കണോമിക് ഗ്രോത്ത് കണ്ടുപിടിക്കുന്നത്. സോ ദ ആൻസർ ഇസ് ഡിഫ്ലേറ്റ് ദ GNP എന്നുള്ളത്. ആ ഇൻഫ്ലേഷൻ കുറയ്ക്കുക, ഇൻഫ്ലേഷൻ ഇവിടുന്ന് കളയുക, എന്നിട്ടാണ് നമ്മൾ റിയൽ എക്കണോമിക് ഗ്രോത്ത് കണ്ടുപിടിക്കുക. ഇനി എന്തെങ്കിലും ഇതിനകത്ത് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ എന്താണ് GNP എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രീസ് റെസിഡൻസ് ഇൻ എ ഇയർ. ഒരു കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ GNP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് GNP. പിന്നെ ട്രൂ ആയിട്ടുള്ള ഒരു ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൈസിങ് പ്രൈസസിന്റെ, അതായത് പ്രൈസ് കൂടുന്നത് നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം, അതിന്റെ എഫക്ട് നമ്മൾ റിമൂവ് ചെയ്യണം ആ GNP വാല്യൂവിൽ നിന്ന്. അപ്പൊ അതിനാണ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ അവിടെ ഉപയോഗിക്കുന്നത്. പ്രൈസ് ഇൻഡെക്സ് നമ്പർ അറിയാലോ, ടൈമിനനുസരിച്ച് കമോഡിറ്റീസിന് ഉണ്ടാവുന്ന പ്രൈസ് ചേഞ്ചസ് കണ്ടുപിടിക്കുന്ന ഇൻഡെക്സ് നമ്പർ ആണ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ. അപ്പോ ദ ആൻസർ ഇസ് ബി. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻഡെക്സ് നമ്പറും വൈറ്റലും എല്ലാം കൂടെ നമുക്കൊരു ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അത് മറ്റേ
ത്രീ ക്യൂബ് ഡിസൈൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്, പക്ഷെ തന്നിരിക്കുന്ന ഒരു സ്ക്വയർ പോലത്തെയാണ്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ആൻസർ വരാന്നാണ്. ഒന്ന് നോക്കട്ടെ. അപ്പൊ ഓക്കെ, ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നതിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിലും കമന്റ് ബോക്സിൽ ഇടാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസിന്റെ എന്താ നോട്ടിഫിക്കേഷൻസ് കിട്ടിക്കോളും. നമുക്ക് ഒത്തിരി റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട് പല ക്ലാസ്സുകളും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.